ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം ചതുർദശോധ്യായം. ഇതിലെ 8ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾക്ക് കേൾക്കാം. അതുവരെയുള്ള ഭാഗങ്ങളൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ ചതുർദശോധ്യായ. മൈത്രേയ ഉവാച. ഭൃഗ്വാദയസ്തേ മുനയോ ലോകാനാം ക്ഷേമദർശിനഃ ഗോപ്തര്യസതി വൈ നൃണാം പശ്യന്തഃ പശുസാമ്യതാം. വീരമാതരമാഹൂയ സുനീതാം ബ്രഹ്മവാദിനഃ പ്രകൃത്യസമ്മതം വേനമഭ്യഷിഞ്ചൻ പതിം ഭുവഃ. ശ്രുത്വാ നൃപാസനഗതം വേനമത്യുഗ്രശാസനം നിലില്യുർദസ്യ വസ്സദ്യ സർപ്പത്രസ്താ ഇവാഖവഃ. സ ആരൂഢ നൃപസ്ഥാന ഉന്നദ്ധോഷ്ടവിഭൂതിഭിः അവമേനെ മഹാഭാഗാൻ സ്തബ്ധ സംഭാവിത സ്വതഃ. വേനസ്യാവേക്ഷ്യ മുനയോ ദുർവൃത്തസ്യ വിചേഷ്ടിതം വിമൃശ്യ ലോകവ്യസനം കൃപായോജുഃ സ്മസത്രിണഃ. അഹോ ഉഭയദപ്രാപ്തം ലോകസ്യ വ്യസനം മഹദ് ദാരുണ്യുഭയതോ ദീപ്ത ഇവ തസ്കരപാലയോഃ. അരാജകഭയാദേശ കൃതോ രാജാതദർഹണഃ തതോപ്യാസീത് ഭയം ത്വദ്യ കഥം സ്യാത് സ്വസ്തി ദേഹിനാം. ഇതാണ് 9ാമത്തെ ശ്ലോകം. അരാജകഭയാദേശ കൃതോ രാജാതദർഹണഃ തതോപ്യാസീത് ഭയം ത്വദ്യ കഥം സ്യാത് സ്വസ്തി ദേഹിനാം. അർഹിക്കാത്ത ഈ രാജാവിൽ നിന്നും ഇങ്ങനെയൊക്കെയുള്ള കഷ്ടങ്ങൾ വന്ന് പെട്ടു. അത് അർഹിക്കാത്ത, അപ്പോൾ ആ രാജപദവി രാജാവ് എന്ന പദവി അർഹിക്കാത്ത ആ വേനൻ അരാജകത്വം ഭയന്നിട്ട് രാജാവാക്കപ്പെട്ടു. അരാജകത്വം എന്നുള്ള അവസ്ഥയെ ഭയന്നിട്ടാണ് ആ വേനനെ രാജാവാക്കി വാഴിക്കപ്പെട്ടത്. ഇപ്പോഴോ അതിനേക്കാൾ വലിയ ഭയമായി, അതിനേക്കാൾ വലിയൊരു ഭയം വന്നുപെട്ടു. ജീവജാലങ്ങൾക്കൊക്കെ ക്ഷേമം എങ്ങനെ ഉണ്ടാവും? അങ്ങനെ രാജാവിൻ്റെ ഉപദ്രവത്തിൽ 2 സ്ഥലത്ത് നിന്നും ഉപദ്രവം രാജാവിൻ്റെ അടുത്ത് നിന്നും അതുപോലെ ഈ ദുഷ്ടന്മാരായിട്ടുള്ള പ്രജകളുടെ അടുത്ത് നിന്നും ഉള്ള ഉപദ്രവം വന്നു കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ള ഈ ജനങ്ങളുടെ ക്ഷേമം എങ്ങനെയാണ് ഉറപ്പിക്കുക എന്നുള്ള ആലോചിക്കുക. അരാജകഭയാദേശ, അരാജകത്വം എന്ന ഭയം കൊണ്ട് കൃതോ ചെയ്തതാണ് എന്ത്? രാജാതദർഹണഃ, അർഹിക്കാത്ത ആളിനെ രാജാവാക്കി. തതോപ്യാസീത് ഭയം, ഇപ്പോൾ അതിനേക്കാൾ ഭയം ത്വദ്യ കഥം സ്യാത് സ്വസ്തി ദേഹിനാം, ജനങ്ങൾക്ക് ഉണ്ടായി. ഇയാളെ രാജാവാക്കിയതോടു കൂടിയിട്ട് അദ്ദേഹത്തിൽ നിന്നുള്ള ഉപദ്രവവും അതുപോലെ തന്നെ ദുഷ്ടജനങ്ങളിൽ നിന്നുള്ള ആ പ്രജകളിൽ നിന്നുള്ള ഉപദ്രവവും അസഹ്യമായി തീർന്നു എന്നർത്ഥം. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ നോക്കാം. അതദർഹണഃ, അതർഹിക്കാത്ത എന്നർത്ഥം. അതദർഹണഃ, അതർഹിക്കാത്ത. ഏഷഃ, ഇവൻ, ഈ വേനൻ, അതർഹിക്കാത്ത ഈ വേനൻ. അരാജകഭയാത്, അരാജകത്വം ഭയന്നിട്ട്. രാജാകൃതഃ, രാജാവാക്കപ്പെട്ടു. അദ്യതു, ഇപ്പോഴോ. തതഃ അപി, അതിനേക്കാൾ ഭയം ആസി, ഭയമായി. അഭ്യതു തതഃ അപി ഭയം ആസി, ഇപ്പോഴോ അതിനേക്കാൾ വലിയ ഭയം ആയി. ദേഹിനാം, ജീവജാലങ്ങൾക്ക് ക്ഷേമം കഥം സ്യാത്, എങ്ങനെയുണ്ടാകും? ഒന്നുകൂടി പറയാത്ത പദങ്ങൾ. അതദർഹണഃ, അത് അർഹിക്കാത്ത. ഏഷഃ, ഇവൻ. അരാജകഭയാത്, അരാജകത്വം ഭയന്നിട്ട്. രാജാകൃതഃ, രാജാവാക്കപ്പെട്ടു. അദ്യതു, ഇപ്പോഴോ. തതഃ അപി, അതിനേക്കാൾ ഭയം ആസീത്, ഭയമായിരിക്കണം. ദേഹിനാം, ജീവജാലങ്ങൾക്ക്. സ്വസ്തി, ക്ഷേമം. കഥം സ്യാത്, എങ്ങനെയുണ്ടാകും? അന്വയം വന്നിട്ട് അതദർഹണഃ ഏഷഃ അരാജകത്വാത് രാജാകൃതഃ. അദ്യതു
തതഃ അപി ഭയം ദേഹിനാം സ്വസ്തി കഥം സ്യാത്. ഒന്നുകൂടി പറയാം. അതദർഹണഃ ഏഷഃ അരാജകഭയാത് രാജാകൃതഃ അദ്യ തു തതഃ അപി ഭയം ആസീത്. ജീവാനാം ഭയം ആസീത് ദേഹിനാം സ്വസ്തി കഥം സ്യാത്. അപ്പോൾ അതർഹിക്കാത്ത ഈ വേനൻ അരാജകത്വം ഭയന്നിട്ട് രാജാവാക്കപ്പെട്ടു. ഇപ്പോഴോ അതിനേക്കാൾ ഭയം ആയിരിക്കുന്നു. ജീവജാലങ്ങൾക്ക് ക്ഷേമം എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം വരുന്നത്. ഇപ്പോൾ ഇദ്ദേഹം രാജാവാകാൻ അർഹനല്ലെങ്കിലും നാട്ടിൽ അരാജകത്വം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് രാജാവാക്കപ്പെട്ടതാണ് ആ വേനനെ. ഇപ്പോൾ അയാളിൽ നിന്ന് ജനങ്ങൾ അരാജകത്വത്തേക്കാൾ കൂടുതൽ യാതന അനുഭവിക്കുന്നു. പ്രജകൾക്ക് എങ്ങനെ ക്ഷേമമുണ്ടാവും? ദേഹിനാം എന്ന് പറയുകയാൽ മനുഷ്യർക്ക് മാത്രമല്ല ഇതര ജീവികൾക്കും കഷ്ടകാലം എന്നർത്ഥം. പാമ്പിന് പാൽ കൊടുക്കുന്നത് വിഷം വർദ്ധിക്കുവാൻ സംഗതിയാകുന്നു. പാൽ കൊടുക്കുന്നവൻ തന്നെ അതിൻ്റെ കടിയേറ്റ് മരിക്കുന്നു. ഇപ്രകാരമാണ് ദുർജനങ്ങൾക്ക് ഉപകാരം ചെയ്താലത്തെ ആ ഫലം. ഇത് അപ്പോൾ വേനനെ കൊണ്ട് അധികം കഷ്ടം ഉണ്ടാവുകയാണ് ചെയ്തത്. വേനൻ രാജാവ് ആക്കപ്പെട്ടതോട് കൂടിയിട്ട്. അരാജക ഭയാദേശകൃതോ രാജാ തദർഹണ. അപ്പോൾ ഇതിലത്തെ അർത്ഥം നമുക്ക് ഒന്നുകൂടി നോക്കാം. രാജസിംഹാസനത്തിൽ ഇരിക്കാൻ അർഹനല്ലെങ്കിലും ഇരുന്നാലത്തെ ആ ഭയം ഓർത്തിട്ട് ഇയാളെ രാജാവാക്കി. ഇപ്പോൾ രാജാവിൽ നിന്നും ജനങ്ങൾക്ക് ഭയം വന്നിരിക്കുന്നു. ജീവികൾക്ക് എങ്ങനെ മംഗളം ഉണ്ടാവും എന്നാണ് ഇവിടെ ഈ ഇതിൽ ചോദിക്കുന്നത്. മറ്റേ ഉദാഹരണമൊക്കെ അടുത്ത ശ്ലോകത്തിലാണ് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി നോക്കാം നമുക്ക്. രാജാവില്ലാതായി വരുമ്പോൾ ചോരാദ്വിപീഡയുണ്ടാകും എന്നുള്ള ഭയം നിമിത്തം രാജസ്ഥാനത്തിലിരിപ്പാൻ അയോഗ്യനാണെന്ന് അറിഞ്ഞിരുന്നിട്ടും ഇവനെ രാജാവായിട്ട് നിശ്ചയിച്ചു. ഇപ്പോൾ ഇവനിൽ നിന്ന് തന്നെ അധർമ്മ രൂപമായിരിക്കുന്ന ഭയം ലോകത്തിന് നേരിട്ടിരിക്കുന്നു. സജ്ജനങ്ങൾക്ക് ക്ഷേമത്തിനുള്ള മാർഗം ഏതാണെന്ന് തീർച്ചപ്പെടുത്തണം അല്ലോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലത്തെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. അഹോ തസ്കരയോ ലോകസ്യ മഹാദുഃഖം പ്രാപ്തം. കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനമാണത്. അസ്മാഭിർ അരാജക ഭയാദേശ. ഇപ്പോൾ ആ അരാജകത്വം എന്നുള്ള ഭയം കൊണ്ട് രാജാകൃത രാജാവാക്കി വാഴിച്ചു. തഥാപി എന്നാൽ അതിനേക്കാൾ ഭയം. തഥാപി ഭയം വിദ്യതേ. അതിനേക്കാൾ ഭയം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നാണ് പറയുന്നത്. അരാജക ഭയാദേശ രാജാകൃത. ഇപ്പോൾ അരാജകത്വം വരും എന്നുള്ള ഭയം കൊണ്ട് ഇവനെ രാജാവാക്കി. തഥാപി അപ്പോൾ അതിലേറെ. തഥാപി ഭയം വിദ്യത്തെ. അപ്പോൾ അതിലേറെ ഭയം ഉണ്ടാവുകയാണ് ചെയ്തതെന്നർത്ഥം. അതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് അസ്മാഭിരരാജക ഭയാദേശ രാജാകൃത തഥാപി ഭയം വിദ്യത്തെ. എപ്രകാരമാണെന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ പറയണ ചെയ്യണത്.
അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 10ാമത്തെ ശ്ലോകം. അഹേരിവ പോഷഃ പോഷകസ്യാപ്യനർത്ഥഭൃത് വേനഃ പ്രകൃത്യൈവ ഖലഃ സുനീതാ ഗർഭസംഭവഃ. അഹേരിവ എന്ന് പറഞ്ഞാൽ പാമ്പ്. പയപോഷഃ പാല് കൊടുത്ത് പാമ്പിനെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ പോഷകസ്യാപ്യനർത്ഥഭൃത് വളർത്തിയവന് ആ പോഷകം കൊണ്ട് ആ പാമ്പിൽ നിന്നും അത് അനർത്ഥം ഉണ്ടാവും. പാമ്പ് വിഷമുള്ള ജന്തുവാണ്. അപ്പോൾ അതിൻ്റെ കടിയേറ്റാൽ ആ പാല് കൊടുത്തിട്ടൊന്നും കാര്യമില്ല, പാമ്പ് കടിച്ചാൽ ആ വളർത്തുന്ന ആൾ മരിക്കുന്നർത്ഥം. അഹേരിവ പയപോഷഃ പോഷകസ്യാപ്യനർത്ഥഭൃത്. അപ്പോൾ അതുപോലെയാണ് ഈ രാജാവിന് വേനഃ പ്രകൃത്യൈവ ഖലഃ. വേനൻ അദ്ദേഹത്തിൻ്റെ പ്രകൃതം കൊണ്ട് തന്നെ അയാൾ ദുഷ്ടനാണ്. ഖല സുനീതാ ഗർഭസംഭവ. സുനീതയിൽ ജനിച്ച ആ വേനൻ ജന്മനാ തന്നെ ഖലനാണ്, ദുഷ്ടനാണ്. അപ്പോൾ പാമ്പിനെ പാൽ കൊടുത്ത് വളർത്തുന്നത് പോലെ വളർത്തിയവന് അനർത്ഥകാരിയാണ്. അപ്പോൾ രാജാവില്ലാത്തതിന് രാജപദം അർഹിക്കാത്ത ഒരാളെ രാജാവാക്കി കഴിഞ്ഞാൽ അത് വളരെയധികം വിഷമങ്ങൾ ജനങ്ങൾക്ക് ഉണ്ടാക്കി തീർക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ ഇതിലത്തെ ഒന്നുകൂടി പറയാം. അഹേരിവ പയപോഷഃ പോഷകസ്യാപ്യ അനർത്ഥഭൃത് വേന പ്രകൃത്യൈവ ഖലഃ സുനീതാ ഗർഭസംഭവ. ഇതിലത്തെ പദങ്ങൾ സുനീതാ ഗർഭസംഭവ, സുനീതയുടെ ഗർഭത്തിൽ ജനിച്ച വേനഃ വേനൻ, പ്രകൃത്യായേവ ജന്മനാ തന്നെ ഖലഃ ഖലനാണ്. അഹേഹെ ഇവ പാമ്പിന് പയപോഷഃ ഇവ പാൽ കൊടുത്ത് വളർത്തുന്നത് പോലെ വേനനും പോഷകസ്യ അപി ആ വളർത്തിയവന് ഇയാളെ രാജാവാക്കിയവന് അനർത്ഥഭൃത് അനർത്ഥകാരിയായിട്ട് തീർന്നിരിക്കുന്നു. അനർത്ഥകാരിയാണെന്നർത്ഥം. ഒന്നുകൂടെ പറയാത്ത പദങ്ങൾ സുനീതാ ഗർഭസംഭവ സുനീതയുടെ ഗർഭത്തിൽ ജനിച്ച വേനഃ വേനൻ പ്രകൃത്യാ ഏവ ജന്മനാ തന്നെ ഖലഃ ഖലനാണ്. അഹേഹെ ഇവ പാമ്പിന് പയപോഷഃ ഇവ പാൽ കൊടുത്ത് വളർത്തുന്നത് പോലെ പാമ്പിനെ പാൽ കൊടുത്ത് വളർത്തുന്നത് പോലെ വേനനും പോഷകസ്യാപി വളർത്തിയവന് അനർത്ഥഭൃത് അനർത്ഥകാരിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് തന്വയം വന്നിട്ട് സുനീതാ ഗർഭസംഭവ വേനഃ പ്രകൃത്യാ ഏവ ഖലഃ അഹേഹെ ഇവ പയപോഷ ഇവ പോഷകസ്യ അപി അനർത്ഥഭൃത്. എന്നുകൂടി പറയാം. സുനീതാ ഗർഭസംഭവ വേനഃ പ്രകൃത്യാ ഏവ ഖലഃ അഹേഹെ ഇവ പയപോഷാ ഇവ പോഷകസ്യ അപി അനർത്ഥഭൃത്. സുനീതയുടെ ഗർഭത്തിൽ ജനിച്ച ആ വേനൻ ജന്മനാ തന്നെ ഖലനാണ്. പാമ്പിന് പാൽ കൊടുത്ത് വളർത്തുന്നത് പോലെ ആ വേനനും ആ വളർത്തിയവന് അനർത്ഥകാരിയായിട്ട് തീർന്നിരിക്കുന്നു. അനർത്ഥകാരിയാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പാമ്പിന് പാൽ കൊടുക്കുന്നത് വിഷം വർദ്ധിക്കുവാൻ സംഗതിയാണ്. പാല് കൊടുത്ത് പോഷിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പാമ്പിൻ്റെ വിഷം കൂടുകയുള്ളൂ, വർദ്ധിക്കുകയുള്ളൂ. പാൽ കൊടുക്കുന്നവൻ തന്നെ അതിൻ്റെ കടിയേറ്റ് മരിക്കുന്നു. ഇപ്രകാരമാണ് ദുർജനങ്ങൾക്ക് ഉപകാരം ചെയ്താലത്തെ ഫലം. അനേക പ്രകാരത്തിൽ പാപിനിയായിരിക്കുന്ന സുനീതയുടെ പുത്രനായിരിക്കുന്ന വേനൻ ജന്മനാ തന്നെ ഖലനാണ് എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ജനിക്കുമ്പോൾ തന്നെ ദുഷ്ടനായിരിക്കുന്ന ആളാണ് ആ വേനൻ. അപ്പോൾ പാമ്പിന് പാൽ കൊടുത്ത് വളർത്തുന്നവന് തന്നെയും അനർത്ഥകരമാകുന്നു. സുനീതാപുത്രനായിരിക്കുന്ന വേനൻ പ്രകൃത്യാ ഏറ്റവും നീചനാകുന്നു. പാമ്പിന് പാൽ കൊടുത്ത് വളർത്തിയവന് തന്നെ അനർത്ഥം നേരിടുന്നത് പോലെ നമ്മൾക്ക് തന്നെ അനർത്ഥം നേരിട്ടുവല്ലോ. മൃത്യുവിൻ്റെ പുത്രിയായിരിക്കുന്ന ആ സുനീതയുടെ പുത്രനായിരിക്കുന്ന വേനൻ ജന്മം മുതൽക്ക് തന്നെ ദുഷ്ടനാണ്.
പ്രജാപരിപാലനത്തിന് അവനെ നമ്മൾ നിശ്ചയിക്കുകയും ചെയ്തു. ഇപ്പോൾ അവൻ തന്നെ പ്രജകളെ ഹിംസിക്കുന്നു. അവൻ്റെ പാപാചരണത്തിന് നമ്മൾ കൂടെ ഭാഗഭാക്കുകളായിട്ട് ഭവിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലത്തെ ആ വ്യാഖ്യാനം നോക്കാം. യഥാ സർപ്പസ്യ, പ്രകാരമാണോ സർപ്പസ്യ ക്ഷീരേണ, സർപ്പത്തിനെ പാലുകൊണ്ട് പോഷണം ചെയ്യുന്നത്. പോഷണം ചെയ്താൽ ആ സർപ്പത്തിൻ്റെ വിഷം കൂടുകയുള്ളൂ. പോഷകസ്യാപ്യനർത്ഥം ഭവതി, പോഷിപ്പിക്കുന്ന ആൾക്ക് തന്നെ അതിൻ്റെ വിഷം കൊണ്ട് അനർത്ഥം സംഭവിക്കും. ഇപ്രകാരം ഏവം പ്രകൃത്യൈവ ഖലോ, ഇപ്രകാരം പ്രകൃതത്താൽ തന്നെ, ജന്മപ്രകൃതത്താൽ തന്നെ ഖലനാണ് വേനഹ, വയനൻ വളരെ ദുഷ്ടനാണ്. അപ്പോൾ പിന്നെ അയാളിൽ നിന്നും അനർത്ഥം മാത്രമേ സംഭവിക്കുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നർത്ഥം. അപ്പോൾ യഥാ സർപ്പസ്യ ക്ഷീരേണ പോഷണം പോഷകസ്യാപ്യനർത്ഥദം ഭവതി, എപ്രകാരമാണോ സർപ്പസ്യ ക്ഷീരേണ പോഷണം, സർപ്പത്തിനെ പാല് കൊടുത്ത് പോഷിപ്പിച്ചാൽ അതിൻ്റെ വിഷം കൂടുതലായിട്ട് അത് പോഷകസ്യാപ്യനർത്ഥദം, അതിനെ വളർത്തിയവന് തന്നെ അത് അനർത്ഥം ഉണ്ടാക്കുന്നത് ഭവതി. അതുപോലെ ഏവം ഇപ്രകാരം പ്രകൃത്യൈവ ജന്മനാ തന്നെ ഖലോ വേനഃ, ആ ഖലനായിരിക്കുന്ന വേനൻ്റെ രാജാവാക്കി വാഴിച്ചാൽ ആ പ്രജകൾക്ക് തന്നെയാണ് അതിൻ്റേതായിരിക്കുന്ന ആ അനർത്ഥങ്ങൾ ഉണ്ടാവുക എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. യഥാ സർപ്പസ്യ ക്ഷീരേണ പോഷണം പോഷകസ്യാപ്യനർത്ഥദം ഭവതി ഏവം പ്രകൃത്യൈവ ഖലോ വേനഃ. അതാണ് അതിലത്തെ ആ വ്യാഖ്യാനം വന്നിട്ട്. അടുത്ത ശ്ലോകം. നിരൂപിതഃ പ്രജാപാലഃ സ ജിഘാംസതി വൈ പ്രജാ തഥാപി സാന്ത്വയേ മാമും നാസ്മാംസ്തൽപാദകം സ്പൃശേത്. നിരൂപിതഃ പ്രജാപാലഃ സ ജിഘാംസതി വൈ പ്രജാ തഥാപി സാന്ത്വയേ മാമും നാസ്മംസ്തത്പാദകം സ്പൃശേത്. ആ പ്രജകളുടെ രക്ഷകനായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ആ വേനൻ ആ പ്രജകളെ ഹിംസിക്കാൻ തുടങ്ങി. എന്നിരിക്കലും അവൻ്റെ ആ പാപാംശം നമ്മെ ബാധിക്കാതിരിക്കാനായിട്ട് ഇവനെ സാന്ത്വനപ്പെടുത്താം എന്നുള്ളതാണ്. നിരൂപിതഃ പ്രജാപാലക, പ്രജകളെ പാലിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട സഹ ആ വേനൻ ജിഘാംസതി അവരെ തന്നെ ധ്വംസിക്കണു, കൊല്ലണു. വൈ പ്രജാഹ തഥാപി സാന്ത്വയാമാം, എന്നാലും അവനെ ഒന്ന് ആശ്വസിപ്പിച്ച് നോക്കാം. നാസ്മാംസ്തൽപാദകം സ്പൃശേൽ, അവൻ്റെ ആ പാപാംശത്തെയൊക്കെ മറന്നിട്ട് നമ്മൾ നമ്മെ അത് ബാധിക്കാതിരിക്കാനായിട്ട് നമുക്ക് അവനെ ഒന്ന് സാന്ത്വനപ്പെടുത്താം എന്ന് പറയുകയാണ്. നിരൂപിതഃ പ്രജാപാലഃ സ ജിഘാംസതി വൈ പ്രജാ തഥാപി സാന്ത്വയേ മാമും നാസ്മാംസ്തത്പാദകം സ്പൃശേത്. പ്രജാപാലഃ എന്ന് പറഞ്ഞാൽ പ്രജകളുടെ രക്ഷകനായിട്ട്, നിരൂപിതഃ നിയോഗിക്കപ്പെട്ട, സഹ വൈ അവൻ തന്നെ വേനൻ, പ്രജാഹ പ്രജകളെ ജിഘാംസതി ഹിംസിപ്പാൻ ഒരുങ്ങുന്നു. തഥാപി എന്നിരിക്കലും തൽപാദകം അവൻ്റെ ആ പാപാംശം അസ്മാൻ നമ്മെ നസ്പൃശേത് നമ്മെ അത് ബാധിക്കാതിരിക്കാനായിട്ട് അമും ഇവനെ സാന്ത്വനപ്പെടുത്താം. എന്നുകൂടി പറയാം. പ്രജാപാലഃ പ്രജകളുടെ രക്ഷകനായിട്ട്, നിരൂപിതഃ നിയോഗിക്കപ്പെട്ട സവൈ അവൻ തന്നെ, പ്രജാഹ പ്രജകളെ ജിഘാംസതി ധ്വംസിക്കാൻ ഒരുങ്ങുന്നു. തഥാപി എന്നിരിക്കലും തൽപാദകം അവൻ്റെ ആ പാപാംശം അസ്മാൻ നമ്മെ നസ്പൃശേത് ബാധിക്കാതിരിക്കാനായിട്ട് അമും ഇവനെ സാന്ത്വനപ്പെടുത്താം. ഇപ്പോൾ ഇതിൽ തന്നെ വന്നിട്ട് പ്രജാപാലഃ നിരൂപിതഃ സവൈ പ്രജാഹ ജിഘാംസതി തഥാപി തൽപാദകം അസ്മാൻ നസ്പൃശേൽ അമും സാന്ത്വയാമ. എന്നുകൂടി പറയാം. പ്രജാപാലഃ നിരൂപിതഃ സവൈ പ്രജാഹ ജിഘാംസതി തഥാപി തൽപാദകം അസ്മാൻ നസ്പൃശേത് അമും
സാന്ത്വയേമ. പ്രജകളുടെ ആ രക്ഷകനായിട്ട് നിയോഗിക്കപ്പെട്ട അവൻ തന്നെ ആ പ്രജകളെ ധ്വംസിക്കാനൊരുങ്ങുന്നു എന്നിരിക്കലും അവൻ്റെ ആ പാപാംശം നമ്മെ സ്പർശിക്കാതിരിക്കാനായിട്ട് ഇവനെ സാന്ത്വനപ്പെടുത്താം. ഇതിൽ പറയണത് രാജാവിനെ നിയോഗിച്ചത് ആ രാജാവ് പ്രജാധ്വംസകനായി തീർന്നിരിക്കുന്നു. നാം ആണല്ലോ അദ്ദേഹത്തെ രാജാവായി അവരോധിച്ചിരിക്കുന്നത്. തന്നിമിത്തം അദ്ദേഹത്തിൻ്റെ ആ ദുഷ്കർമ്മഫലം നമ്മെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഒന്ന് ഗുണദോഷിച്ച് നേർവഴിക്കാക്കി തീർക്കേണ്ടിയിരിക്കുന്നു. വേനൻ്റെ ആ ദുർവൃത്തികൾ അറിഞ്ഞ് തന്നെയാണ് നമ്മൾ അദ്ദേഹത്തെ രാജാവാക്കിയത്. അധർമ്മിഷ്ഠനായിരിക്കുന്ന അദ്ദേഹത്തോട് നമുക്ക് സാന്ത്വന വാക്കുകൾ പറഞ്ഞു നോക്കാം. അതിനെ ധിക്കരിക്കുകയാണെങ്കിൽ നമ്മുടെ തപശക്തി പ്രയോജനപ്പെടുത്തിയിട്ട് അഹങ്കാരിയായിട്ടുള്ള അവനെ ദഹിപ്പിക്കാം എന്നൊക്കെയാണ് ഇവർ ഒന്നിച്ചു ചേർന്ന് ആലോചിച്ചിട്ട് ആ ഋഷിമാർ പറയണത്. അപ്പോൾ എന്നിട്ടും നമ്മൾ അയാളെ രാജാവാക്കി വാഴിച്ചു. അവനിപ്പോൾ പ്രജകളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് അവനെ ഒന്ന് ഉപദേശിച്ചു നോക്കാം. പാമ്പിന് പാൽ കൊടുത്ത് വളർത്തിയതിനു തന്നെ അനർത്ഥം നേരിടുന്നത് പോലെ നമ്മൾക്ക് തന്നെ അനർത്ഥം നേരിട്ടുവല്ലോ. മൃത്യുവിൻ്റെ പറഞ്ഞു. അവൻ സന്മാർഗം തെറ്റി നടക്കുന്നുവെങ്കിലും നമ്മൾ അവനെ യുക്തിവചനങ്ങൾ കൊണ്ട് നല്ല മാർഗത്തിലേക്ക് നടത്തിക്കണം. എന്നാൽ അവൻ്റെ ആ പാപാചാരത്തിൻ്റെ ഫലം നമ്മളെ ബാധിക്കാതിരിക്കും. അവൻ ദുർവൃത്തനാണെന്ന് അറിഞ്ഞിരുന്നിട്ടും അവനെ രാജാവാക്കിയത് നമ്മളാകയാൽ അവൻ്റെ പാതകം നമ്മളെ ബാധിക്കാതിരിക്കുകയില്ല. അതിനാൽ അവനോട് സതുപദേശം ചെയ്ത് നോക്കേണ്ടത് അത്യാവശ്യമാവുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വ്യാഖ്യാനത്തിൽ പറഞ്ഞത് നോക്കാം. അഹേരിവ പയപ്പോഷക എന്ന് പറഞ്ഞു. ഏഷ പാലകോ ഭൂത്വ പ്രജാഹ. ഇപ്രകാരം ആ പാലകൻ പ്രജകളെ ഹനിക്കുന്ന ആളായിത്തീർന്നു. ഏഷ പാലകോ ഭൂത്വ പ്രജാഹ ഹന്തി. പ്രജകളെ ധ്വംസിക്കുന്ന ആളായിത്തീരുന്നു. തഥാപി അതുകൊണ്ട് അതിൻ്റെ ആ ബാധ നമുക്ക് വരാതിരിക്കാൻ അദ്ദേഹത്തെ ഒന്ന് സാന്ത്വയേമ സതുപദേശം ചെയ്ത് നോക്കാം. തേന അതുകൊണ്ട് ആ പാതകം നസ്പൃശേൽ അതിൻ്റെ പാതകം നമ്മളെ സ്പർശിക്കുകയില്ല. അപ്പോൾ യഥ അത് പറഞ്ഞു. പിന്നെ ഏഷ പാലകോ ഭൂത്വ പ്രജാഹ. അങ്ങനെ ആ പാലകൻ പ്രജാഹ ഹന്തി. ഏഷ പാലകോ ഭൂത്വ പ്രജാഹ ഹന്തി. പ്രജകളെ കൊല്ലുന്ന ആളായിട്ട് ഭവിച്ചു. തഥാപി അതുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് ഉപദേശിച്ച് നോക്കാം. തേന പാതകം നസ്പൃശേ. ആ കൊല്ലുന്നതിൻ്റെ പാപാംശം നമ്മളെ സ്പർശിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ഒന്ന് സതുപദേശം ചെയ്തിട്ട് നേരെയാക്കാൻ നോക്കാം എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഏഷ പാലകോ ഭൂത്വ പ്രജാ ഹന്തി തഥാപി സാന്ത്വയേമ തേന പാതകം നസ്പൃശേൽ ആണ് അതിൻ്റെ അർത്ഥം വരുന്നത്, വ്യാഖ്യാനം വരുന്നത്. അപ്പോൾ നമ്മൾക്ക് നോക്കാം. അടുത്ത 2 ശ്ലോകങ്ങൾ ഒരുമിച്ചിട്ടാണ്. തദ്വിദ്വദ്ഭിർ അസദ്വൃത്തോ വേനോസ്മാഭികൃതോ നൃപഃ സാന്ത്വിതോ യദിനോ വാചം ന ഗ്രഹിഷ്യത്യധർമ്മകൃത്. തദ്വിദ്വദ്ഭിർ അസദ്വൃത്തോ വേനോസ്മാഭികൃതോ നൃപഃ സാന്ത്വിതോ യദിനോ വാചം ന ഗ്രഹിഷ്യത്യധർമ്മകൃത്. ഇന്നത്തെ ശ്ലോകം ലോകധിക്കാരസന്ദഗ്ധം ദഹിഷ്യാമഹ സ്വതേജസ ഏവമധ്യവസായൈനം മുനയോ ഗൂഢമന്യവഃ ഉപവ്രജ്യാബ്രുവൻ സ്വേനം സാന്ത്വയിത്വാ ച സാമഭി. ലോകധിക്കാരസന്ദഗ്ധം ദഹിഷ്യാമഹ സ്വതേജസ ഏവമധ്യവസായൈനം മുനയോ ഗൂഢമന്യവഃ ഉപവ്രജ്യാബ്രുവൻ വേനം സാന്ത്വയിത്വാ ച സാമഭി. ആ വേനൻ
ദുർവൃത്തനാണ്. എന്ന് അറിഞ്ഞു തന്നെ, തത് വിദ്വദ്ഭി എന്ന് അറിഞ്ഞു തന്നെ അസ്മാഭി നമ്മളാൽ ആ രാജാവാക്കി വാഴിക്കപ്പെട്ടു. അദ്ദേഹം ആ ദുർവൃത്തനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ രാജാവാക്കി വാഴിച്ചത് നമ്മളാണ്. ആ അധർമ്മി സാന്ത്വനപ്പെടുത്തുന്നവനായിട്ട് നമ്മുടെ ആ ഉപദേശവാക്യം സ്വീകരിക്കാതിരുന്നാൽ, നമ്മളിങ്ങനെ കുറേ ഉപദേശിച്ചു കഴിഞ്ഞാൽ അത് സ്വീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെയൊരു അധർമ്മി സ്വീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങളെ ധിക്കരിക്കുക കൊണ്ട് അവനെ സ്വന്തം തേജസ് കൊണ്ടും ദഹിപ്പിക്കാം. അവനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇല്ലാതെയാക്കാം, സ്വന്തം പാതകത്തിൽ അവനെ ദഹിപ്പിക്കാം എന്നിങ്ങനെ തീരുമാനിച്ചിട്ട് ഗൂഢമന്യവഹ കോപമൊക്കെ ഉള്ളിലൊതുക്കിയിട്ട് ആ മുനിമാർ ഇനി എന്ത് വേണം? മുനിമാർ ഏനം ഈ വേനനെ സമീപിച്ചു. എന്നിട്ട് വേനനെ സമീപിച്ചിട്ട് അനുനയത്തോടു കൂടിയിട്ട് സാന്ത്വനപ്പെടുത്തും വിധം അങ്ങനെ പറഞ്ഞു എന്നർത്ഥം. അപ്പോൾ തദ്വിദ്വദ്ഭിരസദ്വൃത്തോ, ഇയാൾ അസദ്വൃത്തനാണ് ഇല്ലെങ്കിൽ ദുഷ്ടനാണെന്ന് അറിഞ്ഞിട്ട് കൂടി നമ്മൾ വേനോസ്മാഭികൃതോ നൃപ, വേനനെ നമ്മളെല്ലാവരും കൂടിയിട്ട് രാജാവാക്കി വാഴിച്ചു. സാന്ത്വിതോ യതിനോ വാചം, അങ്ങനെ സാന്ത്വനിപ്പിക്കുമ്പോൾ അയാൾ അത് കേട്ടിട്ടില്ല, ആ ഉപദേശം വേണ്ട വിധത്തിൽ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതുണ്ടെങ്കിൽ ഗ്രഹിഷ്യത്യ അധർമ്മകൃ, ആ അധർമ്മകൃത്തായിരിക്കണ അധർമ്മി ലോകധിക്കാരസന്ദഗ്ധം എന്ത് ചെയ്യണു? സ്വന്തം അധർമ്മി ആ സാന്ത്വനിപ്പിക്കുന്ന വാക്കുകൾ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലോകധിക്കാര സന്ദഗ്ധം, അത് ജനങ്ങളെ ധിക്കരിക്കുക എന്നുള്ള ഒരു അവസ്ഥ വരും. അങ്ങനെ ജനങ്ങളെ ധിക്കരിക്കുകയാൽ അവൻ നിഷ്കാസിതനാകും, രാജാവിൻ്റെ പദത്തിൽ നിന്ന് നിഷ്കാസിതനാകും. അങ്ങനെ സ്വന്തം തേജസ് കൊണ്ട് വേണമെങ്കിൽ അദ്ദേഹം നമ്മളെ സ്വന്തം കഴിവ് കൊണ്ട് ബലം കൊണ്ട് നമ്മളെ ദഹിപ്പിച്ചേക്കാം, ഇല്ലാതാക്കിയേക്കാം എന്നിങ്ങനെ അധ്യവസായ ഇങ്ങനെയൊക്കെ പറഞ്ഞ് തീരുമാനിച്ചിട്ട് കോപം ഉള്ളിലൊതുക്കിയിരിക്കുന്ന ആ മുനിമാർ ആ വേനനെ സമീപിച്ചിട്ട് അനുനയത്തോടു കൂടിയിട്ട് ഏവം അധ്യവസായനം മുനയോ ഗൂഢമന്യവഹ ഉപവ്രജ്യാബ്രുവൻ വേനം, വേനനെ സമീപിച്ചിട്ട് സാന്ത്വനിപ്പിക്കും വിധം സാന്ത്വയിത്വാച സാമഭി അബ്രുവൻ ഉപവ്രജ്യാബ്രുവൻ പറഞ്ഞു എന്നാണ്. അതിലത്തെ പദങ്ങൾ നോക്കാം. വേനഹ വേനൻ, അസദ്വൃത്ത ദുർവൃത്തനാണ്, തത് എന്ന് വിദ്വദ്ഭി അറിഞ്ഞു തന്നെ, അസ്മാഭി നമ്മളാൽ, നൃപഹ രാജാവാക്കിയിട്ട്, കൃതഃ വാഴിക്കപ്പെട്ടതാണ്. അധർമ്മകൃത് ആ അധർമ്മി, സാന്ത്വിത സാന്ത്വനപ്പെടുത്തുന്നവനായിട്ട്, ന വാചം നമ്മുടെ ഉപദേശവാക്യം, യതിന്ന ഗ്രഹിഷ്യതി സ്വീകരിക്കാതിരുന്നാൽ, ലോകധിക്കാരസന്ദഗ്ധം ജനങ്ങളെ ധിക്കരിക്കയാൽ ദഗ്ധനായ അവനെ, സ്വതേജസ സ്വന്തം തേജസ് കൊണ്ട് ദഹിഷ്യാമഹ ദഹിപ്പിച്ചേക്കാം. ഏവം എന്നിങ്ങനെ അധ്യവസായ തീരുമാനിച്ച്, ഗൂഢമന്യവഹ കോപമുള്ളിലൊതുക്കിയ മുനയഹ മുനിമാർ, ഏനം വേനം ഈ വേനനെ ഉപവ്രജ സമീപിച്ച്, സാമഭിഹി അനുനയത്തോടുകൂടി, സാന്ത്വയിത്വ സാന്ത്വനപ്പെടുത്തും വിധം അബ്രുവൻ പറഞ്ഞു. എന്നുകൂടി പറയാം. വേനഹ വേനൻ, അസദ്വൃത്ത ദുർവൃത്തനാണ്, തത് എന്ന് വിദ്വദ്ഭിഹി അറിഞ്ഞു തന്നെ, അസ്മാഭിഹി നമ്മളാൽ, നൃപഹ രാജാവാക്കി, കൃതഃ വാഴിക്കപ്പെട്ടതാണ്. അധർമ്മകൃത് ആ അധർമ്മി, സാന്ത്വിത സാന്ത്വനപ്പെടുത്തുന്നവനായിട്ട്, നഹ വാചം നമ്മുടെ ഉപദേശവാക്യം, യതി ഗ്രഹിഷ്യതി സ്വീകരിക്കാതിരുന്നാൽ, ലോകധിക്കാര സന്ദഗ്ധം ജനങ്ങളെ ധിക്കരിക്കയാൽ ദഗ്ധനായ അവനെ, സ്വതേജസ സ്വന്തം തേജസ് കൊണ്ട്, ദഹിഷ്യാമഹ ദഹിപ്പിച്ചേക്കാം. ഏവം എന്നിങ്ങനെ അധ്യവസായ തീരുമാനിച്ച്, ഗൂഢമന്യവഹ കോപം ഉള്ളിലൊതുക്കിയിരിക്കുന്ന മുനിമാർ, ഏനം വേനം ഈ വേനനെ ഉപവ്രജ്യ സമീപിച്ച്,
സാമഭിഹി അനുനയത്തോടെ സാന്ത്വയിത്വ ച സാന്ത്വനപ്പെടുത്തും വിധം അബ്രുവൻ പറഞ്ഞു. ഇപ്പോഴത്തെ അന്വയം വന്നിട്ട് വേനഃ അസദ്വൃത്തഃ തദ് വിദ്വദ്ഭിഃ അസ്മാഭിഃ നൃപഃ കൃതഃ അധർമ്മകൃത് സാന്ത്വിതഃ ന വാചം യദി ന ഗ്രഹിഷ്യസി ലോകധിക്കാരസന്ദഗ്ധം ദഹിഷ്യാമഃ സ്വതേജസാ ദഹിഷ്യാമഃ ഏവം അധ്യവസായ ഗൂഢമന്യവഃ മുനയഃ ഏനം വേനം ഉപവ്രജ്യ സാമഭിഃ സാന്തയിത്വാ ച അബ്രുവൻ. ഒന്നും കൂടി പറയാം. വേനഃ അസദ്വൃത്തഃ തദ് വിദ്വദ്ഭിഃ അസ്മാഭിഃ നൃപഃ കൃതഃ അധർമ്മകൃത് സാന്ത്വിതഃ ന വാചം യദി ന ഗ്രഹിഷ്യതി ലോകധിക്കാരസന്ദഗ്ധം സ്വതേജസാ ദഹിഷ്യാമഃ ഏവം അധ്യവസായഃ ഗൂഢമന്യവഃ മുനയഃ ഏനം വേനം ഉപവ്രജ്യ സാമഭിഃ സാന്തയിത്വാ ച അബ്രുവൻ. അപ്പോൾ വേനൻ ദുർവൃത്തനാണ് എന്ന് അറിഞ്ഞു തന്നെ നമ്മളാൽ രാജാവാക്കി വാഴിക്കപ്പെട്ടതാണ്. ആ അധർമ്മി സാന്ത്വനപ്പെടുത്തുന്നവനായിട്ട് ഉപദേശവാക്യം സ്വീകരിക്കാതിരുന്നാൽ ജനങ്ങളെ ധിക്കരിക്കയാൽ അവനെ സ്വന്തം തേജസ് കൊണ്ട് ദഹിപ്പിച്ചേക്കാം എന്നിങ്ങനെ തീരുമാനിച്ച് കോപം ഉള്ളിലൊതുക്കിയ ആ മുനിമാർ ഈ വേനനെ സമീപിച്ച് ആ അനുനയത്തോടെ സാന്ത്വനപ്പെടുത്തും വിധം പറഞ്ഞു. അതാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് ഇവിടെ ഈ അർത്ഥം യോജിപ്പിക്കുന്നത്. ആ രാജാവ് പ്രജാധ്വംസകനായി തീർന്നിരിക്കുന്നു. നാം ആണല്ലോ അദ്ദേഹത്തെ രാജാവായി അവരോധിച്ചത്. തന്നിമിത്തം അദ്ദേഹത്തിൻ്റെ ദുഷ്കർമ്മഫലം നമ്മെ ബാധിപ്പാതിരിപ്പാൻ അദ്ദേഹത്തെ ഒന്ന് ഗുണദോഷിച്ച് നേർവഴിക്ക് ആക്കി തീർക്കേണ്ടിയിരിക്കുന്നു. വേനൻ്റെ ദുർവൃത്തികൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ അദ്ദേഹത്തെ രാജാവാക്കിയത്. അധർമ്മിഷ്ഠനായിരിക്കുന്ന അദ്ദേഹത്തോട് നമുക്ക് സാന്ത്വന വാക്കുകൾ പറഞ്ഞു നോക്കാം. അതിനെ ധിക്കരിക്കുകയാണെങ്കിൽ നമ്മുടെ തപശക്തി പ്രയോജനപ്പെടുത്തി ആ അഹങ്കാരിയായ അവനെ ദഹിപ്പിക്കാം. അങ്ങനെയാണ് മുനിമാരുടെ തപശക്തി കൊണ്ട് അവനെ ദഹിപ്പിക്കാം. ഇത് കേട്ടിട്ടില്ല എങ്കിൽ മഹർഷിമാർ ഇപ്രകാരമൊക്കെ കൂടിയാലോചിച്ച് ആ വേനനെ സമീപിച്ച് കോപം പ്രകാശിപ്പിക്കാതെ സൗമ്യമായ വിധത്തിൽ ഇപ്രകാരം പറഞ്ഞു ഉള്ളതാണ് ഇതിൽ വരുന്നത്, അർത്ഥമായിട്ട് വരുന്നത്. അപ്പോൾ നോക്കാം. അറിഞ്ഞിട്ടും ഇവർ ഇയാളെ രാജാവാക്കി വാഴിച്ചല്ലോ. അധർമ്മിഷ്ഠനായിരിക്കുന്ന അവൻ നാം യുക്തിപൂർവ്വം ഉപദേശിച്ചിട്ടും നമ്മുടെ വാക്ക് കേൾക്കാത്ത പക്ഷം ലോകം ധിക്കരിച്ചതിനാൽ നഷ്ടപ്രായനായിരിക്കുന്ന അവനെ നമുക്ക് സ്വതേജസ് കൊണ്ട്, നമ്മുടെ ആ സ്വന്തം തപശക്തി കൊണ്ട് ദഹിപ്പിക്കാം. മുനിമാർ ഇങ്ങനെ തീരുമാനിച്ച് കോപം പുറത്തു കാണിക്കാതെ ഇവൻ്റെ അടുത്ത് ചെന്ന് നല്ല വാക്കുകൾ കൊണ്ട് ഉപദേശിച്ച് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവൻ സന്മാർഗം തെറ്റി നടക്കുന്നുവെങ്കിലും നമ്മൾ അവനെ യുക്തി വചനങ്ങൾ കൊണ്ട് നല്ല മാർഗത്തിലേക്ക് നടത്തിക്കണം. എന്നാൽ അവൻ്റെ ആ പാപാചാരത്തിൻ്റെ ഫലം നമ്മളെ ബാധിക്കാതിരിക്കും. അവൻ ദുർവൃത്തനാണെന്ന് അറിഞ്ഞിരുന്നിട്ടും അവനെ രാജാവാക്കിയത് നമ്മളൊക്കെ ആകയാൽ അവൻ്റെ പാതകം നമ്മളെ ബാധിക്കാതിരിക്കുന്നില്ല. അതിനാൽ അവനോട് സതുപദേശം ചെയ്യേണ്ടത് അത്യാവശ്യം ആണ്. അങ്ങനെ അധർമ്മതൽപരനായിരിക്കുന്ന അവൻ നമ്മളുടെ അനുനയവാക്യങ്ങൾ സ്വീകരിക്കാത്ത പക്ഷം ലോകത്തെ ധിക്കരിക്കുന്നതായിരിക്കുന്ന പാപത്താൽ തന്നെ മൃതപ്രായനായിരിക്കുന്ന അവനെ നമ്മൾ കോപാഗ്നിയാൽ നമ്മളുടെ കോപാഗ്നിയാൽ നമുക്ക് ദഹിപ്പിച്ചു കളയാം. ലോകരക്ഷയ്ക്ക് ആവശ്യമായിരിക്കുന്ന ആ പ്രവൃത്തി നമ്മൾക്ക് ചെയ്യുവാൻ പാടില്ലാത്തതല്ലല്ലോ. ഇപ്രകാരം നിശ്ചയിച്ച മുനികൾ പുറമേ കോപത്തെ പ്രകാശിപ്പിക്കാതെ വേനൻ്റെ സമീപത്ത് ചെന്ന് സാമ വാക്കുകൾ കൊണ്ട് സമാധാനിപ്പിക്കുവാനായിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നാണ് ആ 2 ശ്ലോകങ്ങളെ കൊണ്ട് പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം, അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. വ്യാഖ്യാനത്തിൽ യതി സാന്ത്വിതോപി, ഇങ്ങനെ പ്രകാരം സാന്ത്വനിപ്പിക്കുക ചെയ്താൽ തന്നെ സ ന ശൃണോതി,
അയാൾ കേട്ടില്ല എന്ന് വന്നിരിക്കാം. ശ്രോണ്യതി തർഹി, അപ്പോൾ സ്വതേജസ, നമ്മളുടെ തപശക്തിയാൽ തം ദഗ്ധം, അവനെ നമുക്ക് ദഹിപ്പിക്കാം. ദഗ്ധം കരിഷ്യാമഹ ഇതി നിശ്ചിത്യ, ഇപ്രകാരം നിശ്ചയിച്ചിട്ട് മുനയോ, ആ മുനിമാർ വേനം ഗത്വോജുഹു, വേനൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. യതി സന്ത്വിതോപി, ഇപ്രകാരം സാന്ത്വനിപ്പിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാന്ത്വന വാക്കുകൾ പറഞ്ഞത് സനശ്രണോതി, അവൻ കേൾക്കില്ല. ഇങ്ങനെയൊക്കെ സാന്ത്വനിപ്പിച്ചാൽ കൂടി സന ശ്രോണ്യതി, അത് ആ വേനൻ കേൾക്കില്ല എന്നർത്ഥം. തർഹി, അതുകൊണ്ട് സ്വതേജസ, നമ്മളുടെ സ്വന്തം തപശക്തിയാൽ തം ദഗ്ധം, അവനെ ദഹിപ്പിക്കാം. ദഗ്ധം കരിഷ്യാമഹ ഇതി നിശ്ചിത്യ, ഇപ്രകാരം തീരുമാനിച്ചിട്ട് മുനിമാർ ആ വേനനെ അവൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു. ഗത്വോചുഹു, അതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് യതി സന്ത്വിതോപി സന ശ്രോണ്യതി തർഹി സ്വതേജസ തം ദഗ്ധം കരിഷ്യാമഹ ഇതി നിശ്ചിത്യ മുനയോ വേനം ഗത്വോചുഹു അതാണ് അതിലത്തെ വ്യാഖ്യാനം വരുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം 14-ാമത്തെ ശ്ലോകം. മുനയഃ ഊജുഹു, മുനിമാർ വേനെ ഉപദേശിക്കുകയാണ്. നൃപവർയ നിബോധൈതദ്യത്തെ വിജ്ഞാപയാമ ഭോ ആയു ശ്രീബലം കീർത്തീനാം തവ താത വിവർധനം. നൃപവർയ നിബോധൈതദ്യത്തെ വിജ്ഞാപയാമ ഭോ ആയുശ്രീബലം കീർത്തീനാം തവ താത വിവർധനം. അല്ലയോ പ്രിയപ്പെട്ട രാജാവേ, നൃപവർയ, പ്രിയപ്പെട്ട രാജാവേ, തവ, അങ്ങയുടെ ആയുസ്, ശ്രീബലം, കീർത്തി, ആയുസ്, സമ്പത്ത്, ബലം, ഐശ്വര്യം, ഇവയൊക്കെ വിവർധനം, അഭിവൃദ്ധിപ്രദമായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങയ്ക്കായിട്ട് ഞങ്ങൾ ഇതിൻ്റെയൊക്കെ അഭിവൃദ്ധിക്ക്, ആയുസ്സിനും ബലത്തിനും സമ്പത്തിനും യശസ്സിനുമൊക്കെ അഭിവൃദ്ധിപ്രദം ആയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഞങ്ങൾ അങ്ങയെ അറിയിക്കാം. നിബോധ, അതിനെ മനസ്സിലാക്കിയാലും, അത് അങ്ങ് മനസ്സിലാക്കിയാലും എന്ന് പറയുകയാണ്. നൃപവർയ നിബോധ, ലയോ രാജാവെ അങ്ങ് മനസ്സിലാക്കൂ. ദത്തേ വിജ്ഞാപയാമ, ഞങ്ങൾ ഈ വിജ്ഞാപനം ചെയ്യുന്ന ഈ വാക്കുകളെ അങ്ങ് മനസ്സിലാക്കൂ. ആയുശ്രീ, അതുകൊണ്ട് അങ്ങയുടെ ആയുസ്, ബലം, ശ്രീ, ഐശ്വര്യം, കീർത്തി ഇവ വർദ്ധിക്കും. അഭിവൃദ്ധപ്രദമായ ആ കാര്യത്തെ അവിടുന്ന് കേൾക്കുമെന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ പദങ്ങൾ. ഭോ താത നൃപവർയ, ഭോ താത നൃപവർയ, അല്ലയോ പ്രിയപ്പെട്ട മഹാരാജാവേ, തവ, അങ്ങയുടെ, ആയുഹു ശ്രീ ബല കീർത്തീനാം, ആയുസ്സിനും സമ്പത്തിനും ബലത്തിനും യശസ്സിനും വിവർധനം, അഭിവൃദ്ധിപ്രദമായത്, യത് ഏതോ, ഏതത്, അതിനെ, തേ, അങ്ങയ്ക്കായിട്ട്, വിജ്ഞാപയാമ, ഞങ്ങൾ അറിയിക്കുന്നു, നിബോധ, മനസ്സിലാക്കിയാലും. എന്നൂടി പറയാം. ഭോ താത നൃപവർയ, അല്ലയോ പ്രിയപ്പെട്ട മഹാരാജാവേ, തവ, അങ്ങയുടെ, ആയുഹു ശ്രീ ബല കീർത്തീനാം, ആയുസ്സിനും ബലത്തിനും സമ്പത്തിനും യശസ്സിനും വിവർധനം, അഭിവൃദ്ധിപ്രദമായത്, യത് ഏതോ, ഏതത്, അതിനെ, തേ, അങ്ങയ്ക്കായിട്ട്, വിജ്ഞാപയാമ, ഞങ്ങൾ അറിയിക്കുന്നു, നിബോധ, മനസ്സിലാക്കിയാലും. അപ്പം അതിലത്തെ അന്വയം വന്നിട്ട് ഭോ താത നൃപവർയ തവ ആയു ശ്രീബലം കീർത്തീനാം വിവർധനം യത് ഏതത് തേ വിജ്ഞാപയാമ നിബോധ. എന്നുകൂടി പറയാം. ഭോ താത നൃപവർയ തവ ആയു ശ്രീബല കീർത്തീനാം വിവർധനം യത് ഏതത് തേ വിജ്ഞാപയാമ നിബോധ. അല്ലയോ പ്രിയപ്പെട്ട മഹാരാജാവേ, അങ്ങയുടെ ആ ആയുസ്സിനും ബലത്തിനും യശസ്സിനും അഭിവൃദ്ധിപ്രദമായത് ഏതോ അതിനെ അങ്ങയ്ക്കായിട്ട് ഞങ്ങൾ അറിയിക്കുന്നു, മനസ്സിലാക്കിയാലും. അല്ലയോ പ്രിയപ്പെട്ട രാജൻ, ഞങ്ങൾ പറയുന്നത് കേട്ടനുസരിച്ചാൽ അങ്ങയ്ക്ക് ദീർഘായുസ്സും ശ്രീത്വവും ബലവും നൽകി, അങ്ങയ്ക്ക് ദീർഘായുസ്സും ശ്രീത്വവും ബലവും സൽകീർത്തിയും എല്ലാം അടിക്കടി വർദ്ധിക്കാൻ
അവ ഉപകരിക്കും പറയാണ്. രാജശ്രേഷ്ഠ, ഞങ്ങൾ അറിയിക്കുന്നത് ശ്രദ്ധയോടെ കേൾക്കുക. വത്സ, അത് അങ്ങയ്ക്ക് ആയുസ്, ശ്രീ, ബലം, കീർത്തി എന്നിവ വർദ്ധിപ്പിക്കും. ഇപ്രകാരം അപ്പോൾ ഹേ രാജശ്രേഷ്ഠ, അങ്ങയുടെ ആയുസ്സിനും ഐശ്വര്യത്തിനും യശസ്സിനും അഭിവൃദ്ധികരമായിരിക്കുന്ന യാതൊരു സംഗതിയെ അങ്ങയെ ധരിപ്പിക്കുവാൻ ഞങ്ങൾ ഭാവിക്കുന്നുവോ അതിനെ മനസ്സിരുത്തി കേൾക്കണം പറയുകയാണ്. അതിലത്തെ വ്യാഖ്യാനം എന്താ പറയണത് നോക്കുക. ഗത്തോജുഹു മുനേഹ ഊജു, മുനിമാർ പറഞ്ഞു, ഹേ നൃപ, അലയോ രാജാവേ, യത് ഏതാണോ വിജ്ഞാപയാമഹേ നമ്മൾ അങ്ങയോട് പറയുന്നത്, തന്നിബോധ അതിനെ മനസ്സിലാക്കിയാലും, യത് വിജ്ഞാപയാമഹേ എന്താണോ അങ്ങയോട് നമ്മൾ പറഞ്ഞു തരുന്നത് ആ വാക്കുകളെ തന്നിബോധ കേട്ടാലും, തത് അതുകൊണ്ട്, തവ ആയുസ്, ശ്രീ, ബല, കീർത്തീനാം അങ്ങയുടെ ആയുസ്, ശ്രീ, ഐശ്വര്യം, ബലം, കീർത്തി ഇവയൊക്കെ വൃദ്ധികരം, അഭിവൃദ്ധിപ്പെടും. അപ്പോൾ മുനേഹ ഊജു, മുനിമാർ പറഞ്ഞു, ഹേ നൃപ, അലയോ രാജാവേ, യത് വിജ്ഞാപയാമഹേ നമ്മൾ അങ്ങയോട് പറയുന്ന കാര്യങ്ങൾ തന്നിബോധ മനസ്സിരുത്തി മനസ്സിലാക്കിയാലും, തത് അതുകൊണ്ട്, തവായുഹു അങ്ങയുടെ ആയുസ്, ശ്രീ, ബല, കീർത്തീനാം അങ്ങയുടെ ആയുസ്, ഐശ്വര്യം, ബലം, കീർത്തി ഇവയൊക്കെ വൃദ്ധികരം വർദ്ധിക്കണു. അപ്പോൾ അതിലത്തെ ആ വ്യാഖ്യാനം വന്നിട്ട്, മുനേഹ ഊജുഹു ഹേ നൃപ യദ്വിജ്ഞാപയാമഹേ തന്നിബോധ തൽ തവായു ശ്രീ ബല കീർത്തീനാം വൃദ്ധികരം എന്നുള്ളതാണ് ആ 14ാമത്തെ ശ്ലോകം കൊണ്ട് അവിടെ പറയുന്നത്. ഇതൊരു വ്യാജസ്തുതിയാണ്. ഞങ്ങളുടെ ഉപദേശം കേട്ടില്ലെങ്കിൽ ആയുസ് പെട്ടെന്ന് ക്ഷയിക്കും. ഇപ്പോൾ ശ്രീത്വം ഇല്ല, ബലം പ്രയോഗിക്കുന്നത് ദുർമാർഗത്തിലാണ്, വലുതായ ദുഷ്കീർത്തിയുണ്ട് എന്നൊക്കെ ഇതിൻ്റെ ആന്തരാർത്ഥം ആയിട്ട് നമ്മൾ ഗ്രഹിക്കണം. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. 15ാമത്തെ ശ്ലോകം. ധർമാചരിത പുംസാങ് വാങ്മനക്കായ ബുദ്ധിഭി ലോകാൻ വിശോകാൻ വിതരത്യഥാനന്ദ്യമസംഗിനാം ധർമ്മ ആചരിത പുംസാം വാങ്മനക്കായ ബുദ്ധിഭി ലോകാൻ വിശോകാൻ വിതരത്യഥാനന്ദ്യമസംഗിനാം. ഇപ്പോൾ വാക്ക്, മനസ്സ്, ദേഹം, ബുദ്ധി എന്നിവയെ കൊണ്ടൊക്കെ ആചരിക്കപ്പെടുന്ന ധർമ്മം ആണ് ആ ജനങ്ങൾക്ക് ശോകരഹിതങ്ങളായിരിക്കുന്ന ലോകങ്ങളെയും പിന്നെ വിരക്തന്മാർക്ക് മോക്ഷത്തെയും ഒക്കെ നൽകുന്നത്. വാക്ക്, മനസ്സ്, ബുദ്ധി ഇവ കൊണ്ട് ആചരിക്കുന്ന ധർമ്മമാണ്. ധർമ്മ ആചരിത പുംസാം വാങ്മനക്കായ ബുദ്ധിഭി ഇവ കൊണ്ടൊക്കെ ആചരിക്കുന്ന ധർമ്മമാണ് ലോകാൻ വിശോകാൻ ലോകത്തിന് ശോകമില്ലാത്ത അവസ്ഥയെ ഉണ്ടാക്കുന്നത്. വിതരത്യഥാനന്ദ്യമസംഗിനാം അതുപോലെ വിരക്തന്മാർക്ക് മോക്ഷത്തെ കൊണ്ടുകൊടുക്കുന്നതും ഈ ധർമ്മം ആചരിക്കുന്നത് കൊണ്ടാണ്. ധർമ്മ ആചരിത പുംസാം വാങ്മന കായ ബുദ്ധിഭി ലോകാൻ വിശോകാൻ വിതരത്യഥാനന്ദ്യമസംഗിനാം. ഇപ്പോഴത്തെ പദങ്ങൾ നോക്കാം. വാക്മനക്കായ ബുദ്ധിഭി വാക്ക്, മനസ്സ്, ദേഹം, ബുദ്ധി എന്നിവയാൽ ആചരിത ആചരിക്കപ്പെട്ട ധർമ്മം. പുംസാം സാധാരണ ജനങ്ങൾക്ക് വിശോകാൻ ശോകരഹിതങ്ങളായിരിക്കുന്ന ലോകങ്ങളെയും അഥ പിന്നെ അസംഗിനാം വിരക്തന്മാർക്ക് അനന്ത്യം മോക്ഷത്തെയും അനന്ത്യം എന്നാണ് മോക്ഷം എന്നുള്ളതിൻ്റെ പദം. അനന്ത്യം മോക്ഷത്തെയും വിതരതി നൽകുന്നു. ഒന്നുകൂടി പറയാം. വാക് മനക്കായ ബുദ്ധിഭി വാക്ക്, മനസ്സ്, ദേഹം, ബുദ്ധി എന്നിവയാൽ ആചരിത ആചരിക്കപ്പെടുന്ന ധർമ്മം. പുംസാം സാധാരണ ജനങ്ങൾക്ക് വിശോകാൻ അശോകരഹിതങ്ങളായിരിക്കുന്ന ലോകങ്ങളെയും അഥ പിന്നെ അസംഗിനാം വിരക്തന്മാർക്ക് അനന്ത്യം മോക്ഷത്തെയും വിതരതി നൽകുന്നു. അതിലത്തെ അന്വയം വന്നിട്ട് വാക്മനക്കായ ബുദ്ധിഭി ആചരിത ധർമ്മ പുംസാം വിശോകാൻ ലോകാൻ അഥ അസംഗിനാം അനന്ത്യം വിതരതി
എന്നുകൂടി പറയാം. വാഗ്മനക്കായ ബുദ്ധിഭി ആചരിത ധർമ്മ പുംസാം വിശോകാൻ ലോകാൻ അഥ അസംഗിനാം അനന്ത്യം വിതരതി. വാക്ക്, മനസ്സ്, ദേഹം, ബുദ്ധി എന്നിവയാൽ ആചരിക്കപ്പെട്ട ധർമ്മം സാധാരണക്കാരായിരിക്കുന്ന ജനങ്ങൾക്ക് ആ ശോകരഹിതങ്ങളായിരിക്കുന്ന ലോകങ്ങളെയും പിന്നെ ആ അസംഖ്യനാം വിരക്തന്മാർക്ക് ആ മോക്ഷത്തെയും നൽകുന്നു. വിതരതി നൽകുന്നു. വാക്ക്, മനസ്സ്, ശരീരം, ബുദ്ധി എന്നിവയാൽ ധർമ്മം ആചരിക്കുന്ന സാധാരണക്കാർക്ക് പുണ്യലോകങ്ങളെ പ്രാപിക്കാം. സർവസംഘപരിത്യാഗം ചെയ്താൽ മോക്ഷപ്രാപ്തിയും ഉണ്ടാകും എന്നാണ് ഇതിൽ പറയുന്നത്. ഈ നിലയ്ക്ക് പോയാൽ ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്ന നിലയ്ക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദുഷ്പ്രവൃത്തി കാരണം നരകമാണ് അദ്ദേഹത്തിന് പ്രാപ്യം എന്ന് ഗൂഢാർത്ഥമായിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ മനുഷ്യർ വാക്ക്, മനസ്സ്, ശരീരം, ബുദ്ധി എന്നിവയാൽ ചെയ്യുന്ന ധർമ്മം സകാമന്മാർക്ക് ശോകരഹിതങ്ങളായിരിക്കുന്ന പുണ്യലോകങ്ങൾ നൽകും. നിഷ്കാമന്മാർക്ക് മോക്ഷത്തെയും കൊടുക്കുന്നു എന്നാണ് അതിൻ്റെ ആ സാരാംശം അവിടെ വരുന്നത്. അപ്പോൾ രാജൻ ജനങ്ങളുടെ വാക്ക്, മനസ്സ്, ശരീരം, ബുദ്ധി എന്നിവയാൽ ആചരിക്കുന്ന ധർമ്മം അവരുടെ ശരീരനാശത്തിന് ശേഷം ദുഃഖലേശമില്ലാത്തതായിരിക്കുന്ന സ്വർഗാദി ലോകങ്ങളെ നൽകുന്നു. സ്വർഗാദി ഭോഗങ്ങളിൽ കാംക്ഷ കൂടാതെ ഈശ്വരാർപ്പണ ബുദ്ധിയ ധർമ്മം ആചരിക്കുന്നവർക്ക് സായുജ്യത്തെയും കൊടുക്കുന്നു. ഇതാണ് ആ ശ്ലോകത്തിൻ്റെ ശരിയായിരിക്കുന്ന അർത്ഥം. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. വാക് മനസാദിഭിർ ആചരിതോ. വാക്ക്, മനസ്സ് തുടങ്ങിയവയാൽ, ബുദ്ധി ഇവയാൽ ആചരിക്കപ്പെടുന്ന ധർമ്മം വിശോകാൻ ലോകാൻ ശോകരഹിതമായിരിക്കുന്ന ലോകങ്ങളെയും മോക്ഷം ച വിസ്താരയതി മോക്ഷത്തെയും കൊടുക്കുന്നു എന്ന് മാത്രമാണ് പറയുന്നത്. വാക് മനസാദിഭിർ ആചരിതം. വാക്ക്, മനസ്സ് ഇവയാൽ ആചരിക്കപ്പെടുന്ന ധർമ്മം വിശോകാൻ ശോകരഹിതമായിരിക്കുന്ന ലോകത്തെയും മോക്ഷം ച മോക്ഷത്തെയും വിസ്താരേതി അങ്ങനെ എല്ലാവർക്കും കൊടുക്കണു എന്ന് പറയുകയാണ്, വേണ്ടവർക്ക്. അപ്പോൾ വാങ് മനസാദിഭിർ ആചരിതം ധർമ്മോ വിശോകാൻ ലോകാൻ മോക്ഷം ച വിസ്താരയതി. പറയുകയാണ്. അപ്പോൾ ഈ നിലയ്ക്ക് അങ്ങ് ധർമ്മത്തെ ആചരിക്കുകയാണ് വേണ്ടതെന്ന് പറയുകയാണ്. അപ്പോൾ 16ാമത്തെ ശ്ലോകം നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഇതുവരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഹരേ കൃഷ്ണ.